നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകുമ്പോൾ ഇറാൻ നടത്തിയ ചില രഹസ്യ നീക്കങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം ആയിരക്കണക്കിന് ആണവ സെൻട്രിഫ്യൂജുകളാണ് ഇപ്പോൾ ഇറാന്റെ നദാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള അതീവ രഹസ്യ ഭൂഗർഭ കേന്ദ്രമായ ഇറാൻ പിക്സ് ആക്സ് മൗണ്ടൻ നിലവറകളിലേക്ക് മാറ്റി സ്ഥാപിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണലിലടക്കം ഇത് പുറത്തു വന്നിട്ടുണ്ട്. തങ്ങളുടെ പ്രധാന ആണവ ഉപകരണങ്ങളും സമ്പുഷ്ടീകരണ ശേഷിയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാണ് ഇപ്പോൾ ഇറാൻ ഈ നീക്കം നടത്തിയതെന്നാണ് വിവരം. ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സങ്കേതത്തിലേക്ക് ഉപകരണങ്ങൾ മാറ്റിയതോടെ വ്യോമാക്രമണങ്ങളിലൂടെ ഇവ തകർക്കുന്നത് കൂടുതൽ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. ദി ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ് ഈ റിപ്പോർട്ട് ആദ്യം പുറത്തുവിട്ടത്. 2025 ജൂണിൽ നടന്ന 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം കഴിഞ്ഞ ശരത്കാലത്താണ് ഇറാൻ ഈ നീക്കം നടത്തിയതെന്നാണ് US ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സംഘർഷത്തിനിടയിൽ അന്ന് ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ B-52 ബോംബറുകൾ വിന്യസിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആണവ സാങ്കേതിക വിദ്യ സംരക്ഷിക്കാൻ ഇറാൻ പുതിയ ഭൂഗർഭ താവളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പിക്കാക്സ് മലനിരകളിൽ പാറ തുറന്ന് ഏകദേശം 100 മീറ്ററിലധികം ആഴത്തിലാണ് ഈ വിപുലമായ തുരങ്ക ശൃംഖല നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു പോലും ഇത് തകർക്കുക കഠിനമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഈ നീക്കങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത്. പിക്കാക്സ് മൗണ്ടന്റെ പ്രധാന കവാടത്തിന് തൊട്ടടുത്ത് തന്നെ വലിയൊരു പ്രഹരമേൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആണവ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിച്ചത്ര വിജയകരമല്ലെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അവിടെ നിലവിൽ മറ്റു പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നതായി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവരുടെ ആണവ പദ്ധതികളുടെ നിലവിലെ അവസ്ഥ അത്ര മെച്ചമല്ല. അധികം വൈകാതെ തന്നെ പിക്സാക്സ് ലക്ഷ്യമാക്കി ഞങ്ങൾ ശക്തമായി തിരിച്ചടി നൽകിയേക്കുമെന്നാണ് ട്രംപ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മുമ്പ് നദാൻസിന് മുകളിലും താഴെയുമായി 2 യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആരംഭിച്ച യുദ്ധത്തിലും അതിനുശേഷമുണ്ടായ 12 ദിവസത്തെ യുദ്ധത്തിലും നദാൻസ് ലക്ഷ്യമിട്ട് കനത്ത ബോംബാക്രമണങ്ങൾ നടന്നിരുന്നു. ഇതിൽ ഭൂമിക്ക് മുകളിലുണ്ടായിരുന്ന പ്ലാന്റ് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടതായും ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘടന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിലുണ്ടായിരുന്ന രണ്ടാമത്തെ പ്ലാന്റിനും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പിക്കാക്സ് മൗണ്ടനിലെ തുരങ്ക നിർമ്മാണ പ്രവർത്തനങ്ങളെ ഈ 2 യുദ്ധങ്ങളും ബാധിച്ചിരുന്നില്ലെന്നാണ് ആണവ നിർവ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന US തിങ്ക് ടാങ്കായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി വ്യക്തമാക്കുന്നത്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും തങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആണവ പദ്ധതികൾ ഉപയോഗിക്കുന്നതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. 2020 നദാൻസ് ആണവ നിലയത്തിൽ അട്ടിമറിയിലൂടെ ഉണ്ടായ വൻ സ്ഫോടനത്തിന് ശേഷമാണ് പിക്കാക്സ് മൗണ്ടനിലെ പുതിയ തുരങ്ക നിർമ്മാണത്തിന് ഇറാൻ തുടക്കമിട്ടത്. അന്നുണ്ടായ സ്ഫോടനം അത്യാധുനിക യുറേനിയം സമ്പുഷ്ടീകരണ സെൻട്രിഫ്യൂജുകളുടെ വികസനം മന്ദഗതിയിലാക്കിയതായി ഇറാൻ തന്നെ സമ്മതിച്ചിരുന്നു. ഇറാനുമേൽ വീണ്ടും സൈനിക സമ്മർദ്ദം ശക്തമാക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. അതേസമയം ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഈ മേഖലയിൽ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും CNN ഈ മാസം ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. പിക്സാക്സ് മൗണ്ടനിലെ സങ്കേതത്തിലേക്ക് വാഹനങ്ങളും ട്രക്കുകളും നിരന്തരമായി വന്നു പോകുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തങ്ങളുടെ ആണവ നിലയങ്ങൾ പുനർനിർമ്മിക്കാനും ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് ഇറാൻ എന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. പിക്കാക്സ് മൗണ്ടനിലെ പ്രവർത്തനങ്ങൾ ഇറാൻ ആണവായുധ വികസനത്തിലേക്ക് എളുപ്പത്തിൽ തിരിച്ചെത്താൻ വഴി തുറക്കുമെന്നും ഇസ്രായേൽ ഭയപ്പെടുന്നു. അതിനാൽ ഈ കേന്ദ്രത്തിന് നേരെ വീണ്ടും സൈനിക ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടിലുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് ഈ കേന്ദ്രത്തിൽ പരിശോധന നടത്തുന്നതിനോ അതിന്റെ പൂർണ്ണ രൂപരേഖ ലഭ്യമാക്കുന്നതിനോ ഇറാൻ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. 100 മീറ്റർ ആഴത്തിലാണ് ഈ ഒരു പാറക്കോട്ട.
ടെഹ്റാനിൽ നിന്ന് 220 കിലോമീറ്റർ തെക്കുള്ള പിക്സാക്സ് മലനിരകളിൽ പാറ തുരന്ന് ഏകദേശം 100 മീറ്ററിലധികം, അതായത് 300 അടിയോളം ആഴത്തിലാണ് ഈ വിപുലമായ ഭൂഗർഭ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സംഘർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഏറ്റവും പുതിയ IR-6 ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജുകൾ ഇറാൻ ഈ കേന്ദ്രത്തിനുള്ളിലേക്ക് സുരക്ഷിതമായി എത്തിച്ചു കഴിഞ്ഞു. ഇത് ഇറാന് അതിവേഗം ആയുധ നിലവാരമുള്ള യുറേനിയം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നൽകുന്നു. ബങ്കർ നേരിട്ട് തകർക്കാൻ കഴിയുന്നില്ല എന്നതിനാൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ തുരങ്ക സമുച്ചയത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളും എയർ വെന്റിലേഷൻ മാർഗങ്ങളും ബോംബിട്ട് തകർത്ത് കേന്ദ്രത്തിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കാനാണ് US-ഇസ്രായേൽ സഖ്യം നിലവിൽ പദ്ധതിയിടുന്നത്. IAEA അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിലെ പരിശോധനകൾക്കും ഈ കേന്ദ്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനും അത്യാധുനിക ഉപകരണങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഇറാൻ പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പിക്കാക്സ് മൗണ്ടനിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണ സജ്ജമാകുന്നതിന് മുമ്പ് ഈ കേന്ദ്രത്തിന് നേരെ ഉടനടി സംയുക്ത സൈനിക ആക്രമണം നടത്തണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യോമാക്രമണങ്ങളെക്കാൾ കരസേനയെ ഉപയോഗിച്ചുള്ള അട്ടിമറി ശ്രമങ്ങൾക്കായിരിക്കും അമേരിക്ക മുതിരുക. എങ്കിലും ആകാശത്തു നിന്നുള്ള കനത്ത ആക്രമണത്തിലൂടെ തുരങ്കപാതകളിലെ സുരക്ഷാ വീഴ്ചകൾ മുതലെടുക്കാൻ സാധിച്ചേക്കാം. വരാനിരിക്കുന്ന ആക്രമണങ്ങളെ ഇറാൻ കടുത്ത ആശങ്കയോടെയാണ് കാണുന്നതെന്നും അതിനാലാണ് അവർ പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നത്. ഈ കേന്ദ്രം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായാൽ ഇറാന്റെ ആണവശേഷിയെ തൊടാൻ പോലും കഴിയില്ലെന്നാണ് ഇസ്രായേലിന്റെ ഭയം. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് വഴി തുറന്നേക്കാവുന്ന ഇത്തരം ഒരു അടിയന്തര സൈനിക നീക്കത്തിന് അമേരിക്കൻ ഭരണകൂടം തുനിയുമോ അതോ കൂടുതൽ ഉപരോധങ്ങളിലേക്ക് കടക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.